എൻ്റെ വീട്ടിലത്തെ പഴയ ഒരു സ്റ്റാൻഡ് ഒഴിവാക്കിയപ്പം ഞാൻ മാറ്റി വെച്ച അതിൻ്റെ കാലുകളാണ്. സോ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടൊരു സാധനം. പിന്നെ ഞാൻ ഇതുവരെ ഈ ചാനലിൽ ക്ലേ വെച്ചിട്ടുള്ള DIYs ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് നമ്മൾ ആദ്യം കുറച്ച് ക്ലേ എടുത്ത് ഇങ്ങനെ പരത്തിയിട്ട് കാണിച്ച ആ ഒരു സ്റ്റാൻഡിൻ്റെ കാലില്ലേ, അതൊന്ന് കവർ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഞാൻ ക്ലേ വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി ക്ലേ എടുത്തിട്ട് ബോ ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ക്ലേ കൊണ്ട് അധികം സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാക്കുന്ന സാധനം അടിപൊളിയാവുമെന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടിയും തരാം. പിന്നെ ഗീവ് അവേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കാണലുണ്ട്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ എന്തായാലും ഗീവ് അവേ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ വേസ്മയ്ക്ക് വെച്ചു. ഈ ഒരു പാർട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഒരു, കാരണം ഇത് പൊളിഞ്ഞു വീഴുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എൻ്റെ പേടി പോലെ തന്നെ ഒരു വട്ടമല്ല ബട്ട് 2 വട്ടം ഈ ബോ പൊളിഞ്ഞു ചാടും ചെയ്തു. ഈ സാധനം ഒന്നിച്ചു മറിഞ്ഞു വീഴും. അതുമെല്ലാം സെറ്റ് ചെയ്ത് ഇത് ഡ്രൈ ആക്കാൻ വെച്ചപ്പോഴായിരുന്നു. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ഒരു 14 hours ശേഷം ഇത് ഏകദേശം ഒക്കെ ഒന്ന് ഡ്രൈ ആയി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു വേസിന്റെ ബോഡിയിൽ ഞാനൊരു പേസ്റ്റൽ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ബോ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് പിങ്ക് വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയി. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ബോ വേസ് ആണ്. പിന്നെ തീരെ പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.